Market Plus, sponsored by DBFS, Associate of Doha Bank. ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചൊവ്വാഴ്ച ഈ വീക്കിലെ എക്സ്പയറിയിലേക്കാണ് കിടക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ചത്തിന് സമാനമായ തരത്തിലൊരു മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഗ്യാപ്പ് ഡൗണിലായിരുന്നു ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്നൊരു റിക്കവറിയും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും 26,000 എന്നൊരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് ഇൻഡെക്സിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിക്ഷേപകരെ സംബന്ധിച്ചിട്ട് ആശ്വാസം പകരുന്നത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ മൂവ്മെൻറ്റ് പരിശോധിക്കുമ്പോഴേക്കും വളരെ ഫ്ലാറ്റായ ഒരു ടോണിലാണ് നിഫ്റ്റി 50 ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. 26,027.3 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡേ ഹൈ എന്ന് പറയുന്നത് 26,047.15 ഡേ ലോ എന്ന് പറയുന്നത് 25,904.73 എന്നൊരു നിലയുമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊതുവെ ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒരു മിക്സഡ് പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എടുത്തു പറയേണ്ടുന്നത് ഇന്നലെ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഡേറ്റ ഉച്ചയോടുകൂടി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. ഇനി ഇൻഡെക്സുകളിലേക്ക് വരുമ്പോഴേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 59,461.8 എന്നൊരു നിലയിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. ഏകദേശം 72 പോയിൻറ്റ്സിനടുത്ത് വളരെ ഫ്ലാറ്റായ ഒരു ടോണിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. നിഫ്റ്റിക്ക് സമാനമായ തരത്തിൽ തന്നെ തുടക്കത്തിൽ ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ട്രേഡിംഗ് ആരംഭിച്ചതെങ്കിൽ പോലും ആ ഒരു ലോ ലെവലിൽ നിന്നൊരു റിക്കവറി ബാങ്ക് നിഫ്റ്റിയിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 59,052.3 എന്നൊരു ഡേ ലോയ്ക്കും 59,533 എന്നൊരു ഡേ ഹൈക്കും ഇടയിൽ നിന്നുകൊണ്ടായിരുന്നു ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിലൊരു ട്രേഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഏറ്റവും മികച്ചൊരു പ്രകടനം നടത്തിയ സെക്ടേഴ്സ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ മീഡിയ ഇൻഡെക്സ് തന്നെയായിരുന്നു. നിഫ്റ്റി മീഡിയയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ കുറച്ച് സെഷൻസിലായിട്ട് ടെക്നിക്കലി വീക്കായ ഒരു സ്റ്റേറ്റിലേക്ക് നിഫ്റ്റി മീഡിയ സൂചിക നീങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലത്തെ ഒരു പ്രകടനത്തിൽ പരിശോധിക്കുമ്പോഴേക്കും നിഫ്റ്റി മീഡിയ സൂചികയിൽ ഏകദേശം 1.5% അധികം ഒരു മുന്നേറ്റമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള മറ്റ് ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒരു ലോവർ ടോണിൽ ട്രേഡിംഗ് ആരംഭിച്ചപ്പോൾ പോലും നിഫ്റ്റി മീഡിയ സൂചികൾ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് 1446.65 എന്നൊരു ഹൈയിലേക്ക് എത്തി. അതിനുശേഷം ആ ഒരു ഹൈ ലെവൽസിൽ പ്രോഫിറ്റ് ടേക്ക് ചെയ്തുകൊണ്ട് ഒരു കൺസോളിഡേറ്റഡ് നിലയിലേക്കായിരുന്നു നിഫ്റ്റിയുടെ മീഡിയ സൂചിക നീങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ആഗോള സൂചികളെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഈ ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴും അമേരിക്കൻ വിപണിയിൽ എയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ചും ഒറാക്കിൾ, ബ്രൈറ്റ്കോം തുടങ്ങിയ ഓഹരികളുണ്ടായ ഇടിവ് തന്നെയാണ് അമേരിക്കൻ വിപണികൾക്ക് വലിയ തോതിലൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്കിനെ സംബന്ധിച്ചിട്ട് ഏകദേശം 0.5% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു നാസ്ഡാക്കിലും ഒരു ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. ഡൗ ജോൺസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഹൈ ലെവൽസിൽ വീണ്ടും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ട് ഏകദേശം ഫ്ലാറ്റ് സ്റ്റോണിലാണ് ഡൗ ജോൺസ് സൂചികയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P 500 സൂചികയും ഫ്ലാറ്റ് ടു ലോ ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ക്രൂഡിനെ സംബന്ധിച്ചിട്ട് വീക്കായിട്ടുള്ള ഇക്കണോമിക് ഡേറ്റയെ തുടർന്ന് ചൈനീസ് ഇക്കണോമിക് ഡേറ്റയെ തുടർന്ന് ക്രൂഡിലും വലിയ തോതിലൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആഗോള ആഭ്യന്തര വിപണികളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഏതായാലും നമുക്ക് ഇന്നലത്തെ US വിപണിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെയും ഒരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ചും നാസ്ഡാക്കിലേക്ക് എത്തുമ്പോഴേക്കും ഈ ഒരു എയർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സിലാണ് പ്രധാനമായിട്ടും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒറാക്കിൾ, ബ്രൈറ്റ്കോം ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഡൗ ജോൺസിനെ സംബന്ധിച്ചിട്ടും ഹൈ ലെവൽസിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് ഡൗ ജോൺസിലും കാണാൻ സാധിച്ചിരിക്കുന്നത്. അമേരിക്കൻ വിപണികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് 12-ാം തീയതി ആയിരുന്നു ഒരു പുതിയ ഓൾ ടൈം ഹൈ ഡൗ ജോൺസ് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചത്. അതിനുശേഷം കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നേരിയ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് ഏരിയ 47,950 പോയിന്റ് ആയിരിക്കും. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ നമ്മൾ ഈ ഒരു കറക്ഷൻ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഫാക്ട് കഴിഞ്ഞ 2 ദിവസത്തെ ആ ഒരു സെല്ലിങ്ങിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. സോ നാസ്ഡാക്ക്, അതായത് ടെക്നോളജി റിലേറ്റഡ് സ്റ്റോക്സിൽ നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 25,000 പോയിന്റിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. കമ്മോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡിലേക്ക് വരുമ്പോൾ ക്രൂഡിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇന്നലെ ചൈനയുടെ പല ഇക്കണോമിക് ഡേറ്റകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച തരത്തിലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമെന്ന് ചൈനയിലുണ്ടായ ഈ ഒരു തിരിച്ചടി, ഡേറ്റകളുണ്ടായ തിരിച്ചടി ക്രൂഡിൻ്റെ വിപണിയിലും കാണാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പല ലിസ്റ്റുകളും സൂചിപ്പിച്ചിരിക്കുന്നത്. ബ്രെൻഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു ഏർലി അവേഴ്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ബ്രെൻഡ് ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിൽ ട്രേഡ് ചെയ്യുമ്പോൾ WTI ക്രൂഡ് ഒരു ഫ്ലാറ്റിഷ് ടോൺ, വളരെ ഫ്ലാറ്റ് ഒരു ടോണിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. സോ ക്രൂഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ക്രൂഡിന്റെ കേസിൽ നമ്മൾ കുറെ കൂടെ പഴയ ഡേറ്റയും കൂടെ ഒന്നിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടും ഷോർട്ട് ടേം ട്രെൻഡ് കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു കൺസോൾട്ടേഷൻ സൈഡ് വേസ് ഫേസിലായിരുന്നു. എങ്കിലും കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ വന്നിരിക്കുന്ന ആ ഒരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ഷോർട്ട് ടേം ബെയറിഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രൂഡിന്റെ കേസിൽ WTI ക്രൂഡിന്റെ കേസിൽ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $56 ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വലിയൊരു സെൽ ഓഫ് ക്രൂഡിന്റെ കേസിൽ പ്രതീക്ഷിക്കാം. സാറിനൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിനെ സംബന്ധിച്ചിട്ടും ആ ഒരു $4,300 മുകളിലേക്ക് ഉയർന്നു എങ്കിൽ പോലും ഹൈ ലെവൽസിൽ ഗോൾഡിലും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കണ്ടത്. നിലവിൽ ഒരു ഫ്ലാറ്റ് ലോ ടോണിൽ $4,290 എന്നൊരു നിലയ്ക്ക് അടുത്ത് നിന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. സോ ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് സ്വർണത്തിന്റെ കേസിൽ 4,398 വിച്ച് ഇസ് ദി ഓൾ ടൈം ഹൈ ലെവൽ, ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $4,305 ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് കൂടി വരികയാണ്. ഡൊമസ്റ്റിക് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇന്നലെയും നമുക്കൊരു കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ തരത്തിലൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അവിടെ നിന്നൊരു റിക്കവറി നടത്തിയിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നതും വളരെ ഫ്ലാറ്റായ ഒരു ടോണിൽ 26,027.3 എന്നൊരു നിലയിലാണ്. നിഫ്റ്റി 50യിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർ ടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് നിഫ്റ്റി 50യിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ വരും സെഷൻസിൽ 26,100 മുകളിൽ ക്ലോസ് ചെയ്യണം. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 25,900 പോയിന്റിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി വരികയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വളരെ ഷാർപ്പായിട്ടൊരു റിക്കവറി ഇൻട്രാഡേയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 59,052.3 എന്നൊരു ഡേ ലോ ക്രിയേറ്റ് ചെയ്തു എങ്കിൽ പോലും അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 400 പോയിന്റ്സിന് മുകളിലൊരു മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ടും അതിനോടൊപ്പം തന്നെ ആ ഒരു ഹൈക്ക് 59,533 എന്നൊരു ഹൈക്ക് വളരെ അടുത്തു നിന്നുകൊണ്ട് ക്ലോസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. സോ നിഫ്റ്റി ബാങ്ക് സൂചിക്കലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർ ടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ 59,650 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. തുടർച്ചയായിട്ട് 2 സെഷൻസിൽ ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ കാണാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് കൂടി വരികയാണ്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ HDFC, ICICI തുടങ്ങിയ ഓഹരികളിലൊക്കെ തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടപ്പോഴും ഭേദപ്പെട്ട നിലയിലൊരു റിട്ടേൺ നൽകിയിട്ടുള്ളൊരു ഓഹരി കൂടിയാണ്. ഒരു ഫ്ലാറ്റ് പോസ്റ്റ് ടോൺ നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട്. കൊട്ടക് ബാങ്കിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, കോട്ടക് ബാങ്കിന്റെ കേസിൽ നമുക്ക് നവംബർ മാസത്തിൽ 2,060 രൂപയിലായിരുന്നു വളരെ മേജർ ഒരു ബോട്ടം കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഗ്രാജുവൽ ആയിട്ട് നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് ആയി സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് വളരെ ലോ റിസ്കിൽ ഒരു പുതിയ ബൈയിങ് അവസരം നമുക്ക് ഈ സ്റ്റോക്കിൽ എടുക്കാൻ സാധിക്കും. ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കറന്റ് ലെവൽസിൽ അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 2,140 നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 2,200, അതിനുശേഷം 2,260 ആയിരിക്കും. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം.
ഇതിനോടൊപ്പം തന്നെ ഇന്നലെ ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരികളിലും വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ്, ഒരു 52 വീക്ക് ഹൈയിലേക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരികൾ കുതിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും ഏകദേശം 1% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു. ഫെഡറൽ ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ഫെഡറൽ ബാങ്കിന്റെ കേസിൽ ഇറ്റ് വാസ് നോട്ട് എ 52 വീക്ക് ഹൈ. അത് ഇന്നലെ നമുക്ക് ക്ലോസിംഗ് നമുക്ക് നൽകിയിരിക്കുന്നത് ഇത് റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിൽ ഫെഡറൽ ബാങ്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫെഡറൽ ബാങ്ക് നിഫ്റ്റി 50 ഇൻഡെക്സ് ആൻഡ് നിഫ്റ്റി 50യുടെ ബാങ്കിങ് ഇൻഡെക്സിനോടൊപ്പം കമ്പയർ ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ 3-4 മാസത്തിനിടെ നമുക്ക് ഔട്ട് പെർഫോമൻസ് ആ കാണാൻ സാധിക്കുന്നത്. വളരെ സ്ട്രോങ് ബുള്ളിഷ് അണ്ടർടോൺ ആ കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇൻഫാക്ട് നമ്മൾ ട്രേഡിംഗിന് വേണ്ടി ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്കൊരു പൊസിഷൻ പുതിയതായിട്ടും എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ട്രേഡിംഗ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 255 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനർ IDFC ഫസ്റ്റ് ബാങ്ക് ആയിരുന്നു. IDFC ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ കുറേ നാളുകളുടെ ആ ഒരു അണ്ടർ പെർഫോമൻസിന് ശേഷം കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് പല സ്ഥലങ്ങളിലായിട്ട് അല്ലെങ്കിൽ പല സെഷൻസിലായിട്ട് കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രത്യേകിച്ചും ഈ ഒരു ഡിസംബർ 8 ശേഷമുള്ള തീയതികളിലെ സെഷൻസ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും ഭേദപ്പെട്ട നിലയിലൊരു റിട്ടേണും നൽകിയിട്ടുണ്ട്. ഇന്നലെ മാത്രം 2% അടുത്തൊരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു IDFC ഫസ്റ്റ് ബാങ്ക് ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ളൊരു ടൈം ആയിട്ടുണ്ട്. അല്ല, നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു മേജർ ബോട്ടം കാണാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു 67 രൂപയ്ക്ക് അടുത്തായിരുന്നു ബോട്ടം. അതിനുശേഷം കണ്ടിന്യൂസ്ലി നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഒക്ടോബർ മാസത്തിന് ശേഷം 80 രൂപയോ 83 രൂപയ്ക്ക് ഇടയ്ക്ക് ഒരു കൺസോൾട്ടേഷൻ, വളരെ ഹെൽത്തി ഒരു കൺസോൾട്ടേഷൻ നടക്കുകയായിരുന്നു. ഇന്നലത്തെ ക്ലോസിംഗ് ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ 83 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. സർ, അപ്പം തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരികളിലേക്ക് കൂടി വരികയാണ്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒക്ടോബർ 20 വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു ഹൈ ലെവൽസിൽ തന്നെയാണ് ഓഹരിയിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. എന്നാൽ വളരെ വോളറ്റൈൽ ആയിട്ടുള്ള സെഷൻസുമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ലോ ലെവൽസിൽ ഒരു ബൈയിങ് ഇൻഡസ്ട്രി കടന്നു വന്നതായിട്ടാണ് കാണുന്നത്. സോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിലും ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് എങ്കിലും ഈ ഒരു സ്റ്റോക്കിൽ ഒക്ടോബർ മാസത്തിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ആണ് നടന്നു വരുന്നത്. ആൻഡ് തീർച്ചയായിട്ടും ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 3 മേജർ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ 40 രൂപ 25 പൈസ, അതിനുശേഷം 41 രൂപ ആൻഡ് ഫൈനലി 41 രൂപ 85 പൈസ. ഈ 3 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്പർ മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം. സർ, അപ്പം തന്നെ ഇൻഷുറൻസ് മേഖലയിലേക്ക് കൂടി താങ്കളൊരു ശ്രദ്ധ കൊണ്ടുവരികയാണ്. ഇൻഷുറൻസിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു മേഖലയിലേക്ക് 100% വിദേശ നിക്ഷേപം അനുവദിച്ചുകൊണ്ടുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഇൻഷുറൻസ് ഓഹരികളിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആകാൻ സാധ്യതയുള്ള ഒരു ഓഹരിയാണ് അല്ലെങ്കിൽ കമ്പനിയാണ് PB ഫിൻടെക് അഥവാ പോളിസി ബസാർ. പോളിസി ബസാറിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരു ഒക്ടോബർ ലാസ്റ്റ് മുതൽ ഒരു ഭേദപ്പെട്ട നിലയിലുള്ള റിട്ടേണും നൽകിയിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി മെച്ചപ്പെട്ട ഒരു റിട്ടേണും നൽകിയിട്ടുണ്ട്. ഇന്നലെ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ പോളിസി ബസാർ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? പോളിസി ബസാറിന്റെ കേസിൽ നമുക്ക് മെയ് മാസത്തിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ബട്ട് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 1965 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വളരെ ഹൈ പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1860 ആയിരിക്കും. അടുത്തായിട്ട് ഇന്നലെ ഇൻഷുറൻസ് കമ്പനികളിൽ മികച്ച മുന്നേറ്റം നടത്തിയൊരു ഓഹരിയായിരുന്നു ICICI ലൊംബാർഡ്. ICICI ലൊംബാർഡിനെ സംബന്ധിച്ചിട്ട് ഏകദേശം 0.5% മുകളിലൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ സെഷൻസിലൊക്കെ പരിശോധിക്കുമ്പോഴേക്കും വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് പാറ്റേൺ ആണ് കാണുന്നത്. സോ ICICI ലൊംബാർഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
ICICI Lombardന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 1900 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, അപ്പം തന്നെ SBIയുടെ ഓഹരികളിലേക്ക് കൂടി വരികയാണ്. SBI ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം ടേക്ക് എന്താണ്? അല്ല, നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് എസ്പെഷ്യലി നമ്മൾ സെപ്റ്റംബർ മാസത്തിന് ശേഷമുള്ള ഒരു മൂവ്മെന്റ് നോക്കുമ്പോഴേക്കും കാര്യമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ നവംബർ മാസം വരെ നടന്നിട്ടില്ലായിരുന്നു. നവംബർ മാസത്തിൽ ഒരു 1000 രൂപയുടെ പുതിയ ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് വളരെ ഹെൽത്തി ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 974 രൂപ. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 940. സർ, അപ്പം തന്നെ ട്രെൻഡിൻ്റെ ഓഹരികളിലേക്ക് കൂടി വരികയാണ്. ട്രെൻഡിനെ സംബന്ധിച്ചിട്ട് ഇന്നലത്തെ ഒരു സെഷനിൽ 0.5% ഒരു നേട്ടമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ തുടർച്ചയായിട്ട് ഏകദേശം ഒരു 2024 ഒക്ടോബർ മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ തുടർച്ചയായിട്ട് സെല്ലിംഗ് പൊസിഷൻ നേരിട്ട ഒരു ഓഹരി കൂടിയാണ്. എന്നാൽ കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് നേരിയ തോതിൽ കടന്നു വരികയും ചെയ്യുന്നുണ്ട്. സോ ട്രെൻഡ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? അല്ല, നമുക്ക് ട്രെൻഡിന്റെ കേസിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയത് 2024 ഒക്ടോബർ മാസത്തിലായിരുന്നു. 8400 രൂപയ്ക്ക് അടുത്തായിരുന്നു ഓൾ ടൈം ഹൈ. അതിനുശേഷം കണ്ടിന്യൂസ്ലി കഴിഞ്ഞ 14 മാസങ്ങളായിട്ട് നമുക്ക് വളരെ സ്ട്രോങ് ഒരു സെല്ലിംഗ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ആ ഒരു സെല്ലിങ്ങിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിംഗ്. എങ്കിലും ഐ തിങ്ക് ദാറ്റ് ഇതിന്റെ ഒരു പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്ക് ഒരു ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. സോ നമുക്ക് തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് നമ്മുടെ റേഡാറിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവാണെന്ന്. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 3900 രൂപയായിരിക്കും. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് 4400 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷം ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് 5200 ആയിരിക്കും. സർ, അപ്പം തന്നെ ദീപ് ഇൻഡസ്ട്രീസിലേക്ക് കൂടി വരികയാണ്. ദീപ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 1.25% മുകളിലൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. ഡിസംബർ 9 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ട് ഒരു ഹയർ ഹൈ ആൻഡ് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിട്ടാണ് ഈ ഒരു ഓഹരിയിൽ ട്രേഡിംഗ് നടന്നു വന്നിട്ടുള്ളത്. സോ ദീപ് ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഡീപ് ഇൻഡസ്ട്രീസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഒരു ഹെവി സെല്ലിംഗ് കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 500 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് തിരിച്ചൊരു ബുള്ളിഷ് ഫേസിലോട്ട് നീങ്ങാൻ പോകുന്നുള്ളൂ. സർ, അടുത്തായിട്ട് ചില ഓട്ടോ സ്റ്റോക്സിലേക്കാണ് വരുന്നത്. ആദ്യത്തേത് അശോക് ലെയ്ലാൻഡ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. അശോക് ലെയ്ലാൻഡിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഇന്നലെ ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് 1.5% ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ട് മികച്ച മുന്നേറ്റം നടത്തിയിട്ടുമുണ്ട്. ഇന്നലെയും ഒരു ഓൾ ടൈം ഹൈയിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. സോ അശോക് ലെയ്ലാൻഡ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? അശോക് ലെയ്ലാൻഡിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു ഈ സ്റ്റോക്കിൽ ഒരു വളരെ മേജർ ബോട്ടം കാണാൻ സാധിച്ച. അതിനെ തുടർന്ന് കണ്ടിന്യൂസ്ലി നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി ഹെൽത്തി കറക്ഷൻസും ഈ സ്റ്റോക്ക് നേരിട്ടിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഈ ഹൈ ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, ഈ ഒരു ഓട്ടോ ഇൻഡസ്ട്രിയിൽ താങ്കളുടെ ഫോക്കസിലേക്ക് എത്തിയിട്ടുള്ള ഏതെങ്കിലും ഓഹരികളുണ്ടോ? അല്ല, നമുക്ക് ഓട്ടോ ഇൻഡസ്ട്രി നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ ഓട്ടോ സ്റ്റോക്സിലും നമുക്ക് അണ്ടർടോൺ ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എങ്കിലും കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കില് പുതിയ ബൈങ് അവസരങ്ങൾ വളരെ ചുരുക്കമായിട്ട് കാണുന്നത്.
ബട്ട് എങ്കിലും ഹീറോ മോട്ടോഴ്സിന്റെ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശ്രദ്ധ കൊടുത്തിരിക്കാം. ഹീറോ മോട്ടോഴ്സിന്റെ കേസിൽ കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ വളരെ ഹെൽത്തി ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 5750 രൂപ. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ടി വി എസ് മോട്ടോറിന്റെ കേസിലും നമുക്കൊരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. ടി വി എസ് മോട്ടോറിൽ ഒരു പുതിയ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3680 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. മാരുതിയുടെ കേസിലും ഇറ്റ് ഇസ് കൺസോൾട്ടേറ്റിംഗ് അറൌണ്ട് ഓൾ ടൈം ഹൈ ലെവൽ. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. 16500 റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ആൻഡ് ഫൈനലി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ കേസ് എടുക്കുമ്പോഴേക്കും കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരു 3 ആഴ്ചകളായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3590 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തായിട്ട് ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റിൽ നിന്നുള്ള ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് വരുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ മാസം നവംബർ 20-ാം തീയതി ആയിരുന്നു ഒരു 52 വീക്ക് ഹൈയിലേക്ക് ഓഹരി എത്തിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് 2-3 ആഴ്ചകളായിട്ട് തുടർച്ചയായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ സെഷൻസിലായിട്ട് വളരെ കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. ഇന്നലെയും ഒരു ഫ്ലാറ്റ് ടു ലോട്ടോളിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹൈ ലെവൽസിൽ സെല്ലിംഗ് പ്രഷർ നേരിട്ടതായിട്ടാണ് കാണുന്നത്. സോ ചെന്നൈ പെട്രോളിയം കോർപ്പറേഷനിലുള്ള താങ്കളുടെ ഒരു പെർഫോമൻസ് റിവ്യൂ എങ്ങനെയാണ്? ചെന്നൈ പെട്രോളിയത്തിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ വളരെ ഹെൽത്തി ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്. സോ നമ്മൾ ഈ കമ്പനിയുടെ ഷോർട്ട് ടേം പ്രോസ്പെക്ട്സിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. 963 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കാം ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ വീണ്ടും ഷോർട്ട് ടേമിൽ നമുക്ക് നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് അതിനുശേഷം 1080 രൂപ. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 875 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നലത്തെ മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് ഭാരത് പെട്രോളിയത്തിന്റെ കേസിൽ നമുക്ക് വളരെ ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും കാണാൻ സാധിച്ചു. ആൻഡ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഭാരത് പെട്രോളിയം നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 380 രൂപ. IOCയുടെ കേസിൽ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇന്നലെ കാണാനിടയായി. നമ്മൾ IOCയുടെ കേസിൽ 170 ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. കൈവശം പൊസിഷൻ ഉണ്ടെങ്കിൽ 158 സപ്പോർട്ട് ശ്രദ്ധിക്കണം. അടുത്തായിട്ട് ഒരു സ്മോൾ ക്യാപ്പ് ഓഹരിയായിട്ടുള്ള സജിലിറ്റി ലിമിറ്റഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സജിലിറ്റിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു 2% മുകളിലൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 30-ാം തീയതി ആയിരുന്നു ഒരു 52 വീക്ക് ഹൈയിലേക്ക് ഈ ഓഹരി എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിട്ടുണ്ട്. നിലവിലൊരു റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. സോ സജിലിറ്റി ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? Sagility is a small cap stock and ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ് ദാറ്റ് ഇതിൽ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. ഈ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റി കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഹാവിംഗ് സെഡ് ദാറ്റ് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. 46.80 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ ലുക്ക് ഫോർ എ റെസിസ്റ്റൻസ് അറ്റ് 55 രൂപ. അതിനുശേഷം 58 രൂപ. സർ, അപ്പോൾ തന്നെ സുസ്ലോണിലേക്ക് കൂടി വരികയാണ്. സുസ്ലോണിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഓഹരിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ പരിശോധിക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ സുസ്ലോൺ എനർജിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സുസ്ലോണിന്റെ കേസിൽ കഴിഞ്ഞ മെയ് മാസത്തിന് ശേഷം വളരെ ഹെവി സെല്ലിംഗ് ആണ് നടന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. ബട്ട് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് വളരെ മികച്ചതായതിനെ തുടർന്ന് നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഒക്ടോബർ അവസാനത്തോടു കൂടി കാണാൻ സാധിച്ചിരുന്നു. ബട്ട് ആ ഒരു ബുള്ളിഷ് സെറ്റപ്പിൽ ഈ സ്റ്റോക്കിന് കൺസോൾട്ടേറ്റ് ചെയ്ത് ബ്രേക്ക് ഔട്ട് തരാൻ സാധിച്ചില്ലായിരുന്നു. ആൻഡ് എഗെയിൻ ദ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 50 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 55, അതിനുശേഷം 60 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടണം. സർ, അടുത്തായിട്ട് അദാനി എനർജി സൊല്യൂഷൻസിലേക്കാണ് വരുന്നത്. അദാനി എനർജിയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസത്തിൽ 0.5% ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. ഡിസംബർ 9 മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ടുള്ള ഒരു ഹയർ ഹൈ ആൻഡ് ഹയർ ലോസ് ആണ് ഓഹരി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അദാനി എനർജി സൊല്യൂഷൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്?
അഡാനി എനർജിയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന 1060 രൂപ. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നമുക്ക് നല്ല നേട്ടം കാണാൻ സാധിക്കും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 940. സർ, അടുത്തതായിട്ട് രാംകോ സിസ്റ്റം എന്ന ഓഹരിയിലേക്കാണ് വരുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? IT സ്പേസിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനി ഒരു സ്മോൾ ക്യാപ് സ്പേസിൽ പെട്ടുള്ളതാണ്. സോ രാംകോ സിസ്റ്റത്തിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? രാംകോയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 590 സപ്പോർട്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ ഒരു സെക്ടറിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിട്ടുണ്ട്, വിച്ച് ഇസ് ബിർള സോഫ്റ്റ്വെയർ. ബിർള സോഫ്റ്റിന്റെ കേസിൽ നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വന്നിരിക്കുന്നത് 440 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 410 സപ്പോർട്ടും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. സാറോടൊപ്പം തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ ഒത്തിരി ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ള നമുക്ക് വായിക്കാനും കേൾക്കാനും ഇടയാ. അതിനെ തുടർന്ന് വലിയൊരു സെൽ ഓഫ് ആയിരുന്നു കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ഈ സ്റ്റോക്കിൽ നടന്നിരിക്കുന്നത്. ബട്ട് എങ്കിലും ഒക്ടോബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഗ്രാജുവൽ ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ ഒരു 2 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ ഒരു ഹെൽത്തി ആയിട്ടൊരു കൺസോൾട്ടേഷൻ നടന്നിരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 820 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്കിൽ ഒരു ബ്രേക്ക് ഔട്ട് വീണ്ടും നമുക്ക് ലഭിക്കണമെങ്കിൽ 880 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സർ, അടുത്തായിട്ട് ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളിലേക്കാണ് വരുന്നത്. GRSയിലാണ് ആദ്യം വരുന്നത്. GRSയെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയ ഒരു ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ടുള്ള സെഷൻസിൽ ഒരു സെല്ലിംഗ് പ്രശ്നമാണ് ഈ ഒരു ഓഹരിയിൽ കാണുന്നത്. സോ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഗാർഡൻ റീച്ചിന്റെ കേസിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നടന്നിരിക്കുന്ന സെല്ലിങ്ങിനെ തുടർന്ന് വീണ്ടും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2290 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 2620 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സർ, അടുത്തതായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് കൂടി വരികയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിട്ട് പലതവണയായിട്ട് താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ടെക്നിക്കലി അത്ര നല്ലൊരു സ്റ്റേറ്റിലല്ല നിലനിൽക്കുന്നതെന്ന്. ഇന്നലെയും 0.5% മുകളിലൊരു നഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള ഈ ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്? ഒരു ബോട്ടം കണ്ടു എന്ന് പറയാൻ സാധിക്കുമോ? അല്ല, നമ്മൾ ആക്ച്വലി കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഗാർഡൻ റീച്ച് ആൻഡ് മാസഗോൺ കഴിഞ്ഞ ഒരു 3-4 മാസത്തെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ 3 സ്റ്റോക്കും നല്ലൊരു സപ്പോർട്ട് ബേസ് ആയിരുന്നു ഫോം ചെയ്തിരുന്നത്. ബട്ട് എങ്കിലും കഴിഞ്ഞ ഒരു 2 ആഴ്ച ഈ 3 സ്റ്റോക്കിലും വീണ്ടും സെല്ലിംഗ് പ്രഷർ വന്നതിനെ തുടർന്ന് ആ ഒരു സപ്പോർട്ട് ബേസ് ഈ 3 സ്റ്റോക്കിലും ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആൻഡ് അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരിക്കുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിലെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1555 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 1820 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഇനി ഏതായാലും ഇന്നത്തെ നമ്മുടെ ഒരു ടൈം വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്നിവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന നിലയിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അല്ല നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പും ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ഇടതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിനെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒപ്പം തന്നെ സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് അല്പസമയത്തിനകം മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. Market Plus, sponsored by DBFS, Associate of Doha Bank.